അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആനിലെ 4-ാമത്തെ അധ്യായം. 7-ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ 4-ാമത്തെ അധ്യായം. അദ്ദേഹത്തിൻ്റെ പേര് സ്വല്ലൈതു റക്അത്ത്. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചു. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഗ്രാമറിൻ്റെ മഫ്ഊൽ മുത്തലഖ് ആണ് പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? മഫ്ഊൽ മുത്തലഖ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മഫ്ഊൽ ലഹു പഠിച്ചിട്ടുണ്ട്, മഫ്ഊൽ ഫീഹി പഠിച്ചിട്ടുണ്ട്. ഇനി മഫ്ഊൽ മുത്തലഖ്. എന്താണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്? വെരി സിമ്പിളാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് കോഗ്നൈറ്റ് ഒബ്ജക്റ്റ് എന്നാണ്. മഫ്ഊലിന് നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയാം. കോഗ്നൈറ്റ് ഒബ്ജക്റ്റ് അതായത് എന്താണ്? ഞാനൊരു ഉദാഹരണത്തിലൂടെ അതിനെ വ്യക്തമാക്കാം. ഷീ ഡാൻസ്ഡ് എ ബ്യൂട്ടിഫുൾ ഡാൻസ്. ഇവിടെ വെർബാണ് ഡാൻസ്ഡ് എന്ന് പറയുന്നത്. ആ വെർബിൻ്റെ തന്നെ ഒരു വകഭേദമായിരിക്കും ഈ മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. അതായത് വെർബിൽ നിന്ന് തന്നെ എടുക്കപ്പെട്ട ഒരു മസ്ദർ എന്ന് പറഞ്ഞാൽ ജറണ്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കപ്പെട്ട ഒരു നൗണായിരിക്കും എന്ത്? ഈ പറയുന്ന മഫ്ഊൽ മുത്തലഖ്. ഇവിടെ നോക്കൂ, ഡാൻസ്ഡ് എ ബ്യൂട്ടിഫുൾ ഡാൻസ്. ഡാൻസ്ഡ് ഇത് വെർബാണ്, അതായത് ഫിഅലാണ്. അതിൽ നിന്ന് തന്നെ ഉത്ഭൂതമായിട്ടുള്ള ഒരു നൗണാണ്. ഇതിനാണ് നമ്മൾ മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ മഫ്ഊൽ മുത്തലഖ് ഇത് അറബിയിൽ നമുക്ക് ചില ബേസുകളുണ്ട്. ഫഅല, യഫ്അലു, ഫാഇല. മസ്ദർ ഈ 3-ാമത്തെ ഫോമിനാണ് നമ്മൾ മസ്ദർ എന്ന് പറയുക. ഫഅല, യഫ്അലു, ഫാഇല. ഇതിനാണ് മസ്ദർ എന്ന് പറയുക. അപ്പം എന്താണ് ഈ അധ്യായത്തിൽ ഇനി ചർച്ച ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. നിങ്ങൾ ഓരോ വാക്കുകളും കൃത്യമായി മനസ്സിലാക്കുക. ഇത് അറബി പഠിക്കലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് പഠിക്കണം. നഹവ്, സർഫ്, അതുപോലെ തന്നെ ഗ്രാമറൊക്കെ ഓപ്പറേഷൻ ചെയ്ത് പഠിച്ചാൽ ഇത് നമുക്ക് വലിയ മാസീവായ വിജയം നമുക്ക് സ്കൂളിലും കിട്ടും, മദ്രസയിലും കിട്ടും. നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ പഠനത്തിൽ നല്ല ഇൻട്രസ്റ്റ് നമുക്ക് തോന്നും. നോക്കാം. സ്വല്ലൈതു എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചു, റക്കാത്തൈനി 2 റക്കാത്ത്. ഇതാണ് അധ്യായത്തിൻ്റെ പേര്. ഇവിടെ ഒരു വിദ്യാർത്ഥിയും ഉസ്താദും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾക്ക് ഇവിടെ അവതരിപ്പിക്കുന്നത്. സഅലനി എന്നോട് ചോദിച്ചു, ഉസ്താദി എൻ്റെ ഉസ്താദ്. അപ്പോൾ എൻ്റെ ഉസ്താദ് എന്നോട് ചോദിച്ചു. അപ്പോൾ വിദ്യാർത്ഥിനോടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. മാതാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? മാതാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? ബാദൽ ഇസ്തിഖാളി, ഉണർന്നതിന് ശേഷം. ബാദ എന്ന് പറഞ്ഞാൽ ശേഷം, ഇസ്തിഖാൾ എന്ന് പറഞ്ഞാൽ ഉണർന്നതിന് ശേഷം നീ എന്താണ് ചെയ്തത്? അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം നീ എന്താണ് ചെയ്തത്? ഖുൽതു, ഞാൻ പറഞ്ഞു. സ്വല്ലൈതു, ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത് തഹജ്ജുദി, തഹജ്ജുദിൻ്റെ നിസ്കാരം. അപ്പോൾ രാത്രിയാണ് സമയം. അപ്പോൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നീ എന്താ ചെയ്തതെന്ന് ഉസ്താദ് ചോദിച്ചപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു. സ്വലാത്ത് തഹജ്ജുദി, സ്വല്ലൈതു സ്വലാത്ത് തഹജ്ജുദ്, തഹജ്ജുദ് ഞാൻ നിസ്കരിച്ചു എന്നാ പറഞ്ഞത്. സുമ്മ, പിന്നീട്, സിർത്തു, ഞാൻ നടന്നു. സൈറൻ, ഒരു നടത്തം നടന്നു. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. പിന്നെ ഞാൻ പള്ളിയിലേക്ക് ഒരു നടത്തം അങ്ങ് നടന്നു. വത്തവല്ലാത്തു, പള്ളിയിലെത്തിയ പിന്നെ എന്താ ചെയ്ത്? വത്തവല്ലാത്തു, വുളൂ ചെയ്തു. വുളൂ അൻ കാമില, പൂർണ്ണമായ, കാമില എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ വുളൂ ചെയ്തു. വസ്വല്ലൈതു, ഞാൻ നിസ്കരിച്ചു. സ്വലാത്ത തഹിയ്യത്തി, തഹിയ്യത്തിൻ്റെ നിസ്കാരം. എന്താ നിസ്കരിച്ചത്? തഹിയ്യത്ത്. നമ്മൾ പള്ളിയിലെത്തിയ ഏത് നിസ്കാരം നിസ്കരിക്കേണ്ടത്? തഹിയ്യത്ത് നിസ്കാരമാണ് ആദ്യമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരാണ് തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത്. എന്നതിൻ്റെ ശേഷം ബഅദമാ സ്വല്ലൈതു സുബ്ഹ, തഹിയ്യത്തൊക്കെ നിസ്കരിച്ചു. പിന്നെ എന്താ നിസ്കരിച്ചു? സുബഹി നിസ്കരിച്ചു. ബഅദമാ സ്വല്ലൈതു സുബ്ഹ, സുബഹ് നിസ്കാരത്തിന് ശേഷം വരിഖത്തു, ഞാൻ മുഴുകി. ഫിൽ അദ്കാരി, ദിക്റുകളിൽ. അപ്പോൾ ദിക്റുകളിൽ ഞാൻ മുഴുകി. അല്ലത്തി ബാദ സ്വലാത്തി, എപ്പോഴുള്ള ദിക്റാണ്? നിസ്കാരത്തിൻ്റെ ശേഷമുള്ള. അപ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷം കുറച്ച് ദിക്റുകളിൽ ഞാൻ മുഴുകി. വിദ്യാർത്ഥി പറയാണ്, ഫഅല്ലത്നി ബഊലത്തുൻ, ഫഅല്ലത്നി എന്ന് പറഞ്ഞാൽ എന്നെ കുത്തി. ബഊലത്തുൻ, ഒരു കൊതുക്. അപ്പോൾ എന്നെ ഒരു കൊതുക് കുത്തി. ഫളറബ്തുഹ, ഞാൻ അടിച്ചു. ഫളറബ്തുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനടിച്ചു. ലർബത്തൻ, ഒരടി കൊണ്ട് കൊടുത്തു. ഫമാതത്, ആ കൊതുക് ചത്തു. ആ കൊതുക് മരിച്ചു, അല്ലെങ്കിൽ ചത്തു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ കഥ.
എന്താണ്? ഇതാണ് നമ്മുടെ വിഷയം. വിദ്യാർത്ഥിയോട് ഉസ്താദ് ചോദിച്ചു, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ തഹിയ്യത്ത് നിസ്കരിച്ചു. തഹയ്യത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കാരത്തിന് ശേഷം ഔറാദുകൾ ദിക്റുകളിൽ മുഴുകി ഈ വിദ്യാർത്ഥി. അതിന് ശേഷമാണ് ഒരു കൊതുക് വരുന്നത്. കൊതുക് വിദ്യാർത്ഥിയുടെ ശരീരത്തിലിരുന്നു, അതിനെ അടിച്ചു, ആ കൊതുക് ചത്തു. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മഫ്ഊൽ മുത്തലഖ് എന്നുള്ള ഈ കൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാം. അലം തറ, നീ കാണുന്നില്ലേ, കലിമാത്തിൻ മുലവ്വന, കളർ കൊടുക്കപ്പെട്ട കലിമത്തുകൾ, വാക്യങ്ങൾ കാണുന്നില്ലേ? ഇവിടെ ലർബത്തൻ എന്നുള്ളത് കണ്ടില്ലേ? അതുപോലെ തന്നെ അതിൻ്റെ മുന്നുള്ളതിൽ വൊലു അൻ തവല്ലഅത്തു വൊലു അൻ, ഇവിടെ വൊലു എന്നുള്ളതാണ് നമ്മുടെ പുസ്തകത്തിൽ കളർ ചെയ്തിട്ടുള്ളത്, കിതാബിൽ. അതുപോലെ തന്നെ സിർത്തു സൈറൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 3 പദങ്ങളും നോക്കി കണ്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ് നമുക്ക് പറയുന്നത് എന്ന് നോക്കാം. അതിനെപ്പറ്റി എന്താ പറയുന്നത്? കുല്ലുഹാ മഫ്ഊലു മുത്തലഖുൻ, എല്ലാം മഫ്ഊൽ മുത്തലഖാണ്. ഇപ്പം ഈ പറയപ്പെട്ട 3 വാക്യങ്ങൾ, സൈറൻ, വുളൂഅൻ, ഇങ്ങനെ പറയപ്പെടുന്ന 3 പദങ്ങൾ നമ്മൾ ഇപ്പോൾ കളർ കൊടുത്ത് നമ്മൾ വിശദീകരിച്ചു. അത് 3ഉം എന്താണ്? മഫ്ഊൽ മുത്തലഖാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, മഫ്ഊൽ മുത്തലഖ് എന്നാൽ എന്ത് എന്ന് നമ്മൾ പറയാം. വൽ മഫ്ഊൽ മുത്തലഖ്, മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ മസ്ദറുൻ, മസ്ദറാണ്. മസ്ദർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ ക്രിയയിൽ നിന്ന് തന്നെ, ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ് അല്ലെങ്കിൽ ഫീൽ എന്ന് നമ്മൾ അറബിയിൽ പറയും. ആ ഫീലിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നൗൺ, പ്രവൃത്തിയല്ല പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്. എങ്ങനെ? ഉദാഹരണം പറയാം. ഫഅല യഫ്അലു ഫഅലൻ, ഈ ഫഅലൻ എന്നുള്ളതാണ് മസ്ദർ, 3ാമത്തെ ഫോം. അതുപോലെ തന്നെ ഉദാഹരണത്തിന് നമ്മൾ വേറൊരു ഉദാഹരണം പറയാം. നസ്വറ യൻസുറു നസ്റൻ, നസ്ര എന്ന് പറഞ്ഞാൽ സഹായിച്ചു, നസ്ര എന്ന് പറഞ്ഞാൽ സഹായം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ നമുക്ക് പല ഫോമുകളുണ്ട്. ING ചേർത്താലും ഈ ഫോം ഉണ്ടാക്കാം. കമ്മിങ്, വരൽ, ഗോയിങ്, പോവൽ എന്നർത്ഥം കിട്ടും. അപ്പോൾ മസ്ദറാണ്. മസ്ദർ എന്താണെന്ന് പിടുത്തം കിട്ടിയല്ലോ അല്ലേ? ദുക്കിറ ബഅദ ഫിഅലിഹി, ഫീലിൻ്റെ ശേഷം പറയപ്പെട്ടു. ദുക്കിറ എന്ന് പറഞ്ഞാൽ ആ മസ്ദറിനെ പറയപ്പെട്ടിരിക്കുന്നു. ബഅദ ഫീലിഹി, ഫീലിൻ്റെ ശേഷം. അപ്പോൾ ഫീലിൻ്റെ ശേഷം മസ്ദറിനെ പറയപ്പെട്ടു. എന്തിനാണ് മസ്ദറിനെ പറയപ്പെട്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫീലിൻ്റെ അതേ ഫോർമാറ്റ് തന്നെ ആയിരിക്കും, അതേ ഫീലിൽ നിന്ന് ഉത്ഭൂതമായ, ഫീലിൽ നിന്ന് എടുക്കപ്പെട്ട അതേ വാക്യമായിരിക്കും. എന്തിനാണ് ഇങ്ങനെ മസ്ദർ കൊണ്ടുവരുന്നത്? ലി ബയാനിൽ ഫിഅലി, എന്തിനാണ്? ലി ബയാനി നൗഇൽ ഫീലി, ഫീലിൻ്റെ ഇനത്തെ വിശദീകരിക്കാനാണ്. 1ാമത്തെ കാര്യം, ഫീലിൻ്റെ ഒരു ഇനം, അതിൻ്റെ രൂപത്തെ വിശദീകരിക്കാനാണ്. അല്ലെങ്കിൽ ഫീലിനെ ഔലി തൗക്കീദിൽ ഫീലി, എന്തിനായിരിക്കും? ഫീലിനെ ഒന്ന് ശക്തമായിട്ട് പറയാം. അടിച്ചു, ഒരടി അങ്ങോട്ട് അടിച്ചു എന്ന് പറയുമ്പോൾ ആ ഫീലിനെ എന്ത് ചെയ്തു? ശക്തമായി പറയാം. തൗക്കീദ് എന്ന് പറഞ്ഞാൽ അതിനെ ശക്തമായി പറയാം, ഊന്നിപ്പറയാം. അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിശദീകരിക്കണം. ഔലി ബയാനി അദദി, ആ ഫീലിൻ്റെ എണ്ണം. ഞാൻ അടിച്ചു, 2 അടി അടിച്ചു, അല്ലെങ്കിൽ 4 അടി അടിച്ചു, ഇങ്ങനെ എണ്ണം കണക്കാക്കാൻ പറ്റും. അത് ഒന്നെങ്കിൽ അതിൻ്റെ ഇനം വിശദീകരിക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫീലിനെ ഒന്ന് ശക്തമായിട്ട് പറയാൻ വേണ്ടി അടിക്കനെ ചെയ്തു എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിശദീകരിക്കാൻ വേണ്ടിയായിരിക്കും. 3ൻ്റെയും നമുക്ക് ഉദാഹരണം നോക്കാം. മിസാലുൽ അവ്വലി, 1ാമത്തത് ആ ഫീലിൻ്റെ ഇനം എങ്ങനെയാണ്? 1ാമത്തെ ഉദാഹരണം, ലാ തഖൂദ് ഖുഊദൽ കൽബ്, നീ ഇരിക്കരുത്. ലാ തഖൂദ് എന്ന് പറഞ്ഞാൽ നീ ഇരിക്കരുത്. ഖുഊദൽ കൽബി, നായയുടെ ഇരുത്തം ഇരിക്കും, നായ ഇരിക്കുന്ന പോലെ ഇരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ നോക്കാം, ഈ ഖുഊദ് എന്ന് പറഞ്ഞ് ഈ ഖഅദ യഖൂദു ഖുഊദ്, ഇതിൽ നിന്ന് എടുക്കപ്പെട്ട മസ്ദറാണ്. അത് ഏതിൻ്റെ ശേഷമാണ്? ഈ ഫീലിൻ്റെ ശേഷം സംഭവിച്ച്. എന്തിനാണ് സംഭവിച്ചത്? ഇതിൻ്റെ ഇനം എങ്ങനെ ഇരിക്കുന്ന ഇനം എങ്ങനെയാണ്? നായയുടെ ഇനം, നായ ഇരിക്കുന്നത് പോലെ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? തക്കീദിൽ ഫീൽ, ആ ഫീലിനൊന്ന് ശക്തമായിട്ട് പറയാം. ലറബ്തു, ഉദാഹരണം എന്താ? ലറബ്തുഹു, ഞാൻ അവനെ അടിച്ചു. ലർബൻ, ഒരടി കൊണ്ട് അടിച്ചു. ഈ ഫീലിൻ ലറബ യളിരിബു ലർബൻ, ഇതിൽ നിന്ന് ഉത്ഭൂതമായതാണ് ഈ ലർബൻ എന്നുള്ളത്. അപ്പോൾ ലറബ്തുഹു, ഞാൻ അവൻ അടിച്ചു, ഇതിൽ നിന്ന് തന്നെ ഉത്ഭുതമായ ഒരു മസ്ദറാണ് ഇത്. ഈ മസ്ദർ ഇവിടെ വന്നു. എന്തിനാണ് വന്നത്? ഇത് തക്കീദിൽ ഫീൽ, ലർബ, അടിനെ ഒന്ന്
എന്നാൽ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി, അതായത് ഒന്നിനെ തേക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത്. ലർബൻ, ലറബ്തുഹു, ഞാൻ അവനെ അടിച്ചു. ലർബൻ, ഒരടി, ഒരടി. ആ അടിയെ ഒന്ന് തേക്കീത് ചെയ്യാൻ വേണ്ടി, ഒന്ന് ശക്തമായി പറയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ മിസാൽ സാലിസ്, മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു. എന്താണ് മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ എന്താണ് പറഞ്ഞത്? മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ബയാന് അദദിഹി, അതിൻ്റെ എണ്ണം വിശദീകരിക്കാൻ വേണ്ടി. എത്ര അടി? സജത്തു, ഞാൻ സുജൂദ് ചെയ്തു. സജത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സുജൂദ് ചെയ്തു. സജദത്തൈനി, 2 സുജൂദ്. സജദത്തൈനി. അപ്പോൾ ഈ സജദത്തൈനി എന്നുള്ളത്, സജദ എന്നുള്ള ആ ഫീലിൽ നിന്ന് തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? സജദത്തൈനി എന്നുള്ള മസ്ദർ വന്നിട്ടുള്ളത്. അതിന് 2 സുജൂദ്. അപ്പോൾ ഇനം, എത്ര എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി. അപ്പോൾ 3 അവസ്ഥകളിലാണ് ഇത് വരിക. ഓക്കെ. മഫൂല് മുത്തലഖ് മൻസൂബ്. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ മഫൂല് മുത്തലഖ് മൻസൂബൻ, നസ്ബാണ് അതിൻ്റെ ഇറാബ്. ഇറാബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിലുള്ള അതിൻ്റെ പദം എന്തായി, അവസാനത്തിലുള്ള അതിൻ്റെ ഇറാബ്, അവസാനത്തിലുള്ള നിഷാൻ, അടയാളം എന്തായിരിക്കും? നസ്ബായിരിക്കും. ഇവിടെ നോക്കൂ, ലറബ്തുഹു ലർബൻ. അതുപോലെ തന്നെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ലറബ്തുഹു ലർബൻ. അതുപോലെ തന്നെ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ലാ തഖൂദു ഖുഊദ്, ഖുഊദ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ നസ്ബാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇറാബ് എന്തായിരിക്കും? നസ്ബായിരിക്കും. മഫൂൽ മുത്ലഖ് എന്തായിരിക്കും? നസ്ബായിരിക്കും. മഫൂൽ മുത്ലഖ് നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. ഇത്രയാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. അപ്പോൾ എന്താ പറയാൻ പറഞ്ഞത് നമ്മൾ മഫൂൽ മുത്ലഖ് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. കോഗ്നേറ്റ് ഒബ്ജക്റ്റ് എന്നാണ് അതിന് പറയുക. അതായത് ഇംഗ്ലീഷിൽ വലിയ രൂപത്തിൽ ഇത് ഉപയോഗിക്കപ്പെടാറില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷിൽ എങ്ങനെ. മഫൂൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ ഉണ്ട്. മഫൂൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വെർബിൽ നിന്ന് തന്നെ ഉത്ഭൂതമായ മറ്റൊരു നൗൺ, ആ നൗണിനാണ് നമ്മൾ പറയുന്നത് മഫൂൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നസ്ബായിരിക്കും, ഫത്ഹായിരിക്കും. അതിൻ്റെ ഇറാബ്, അവസാനത്തിലുള്ള ഇറാബ്, അതിൻ്റെ ഹർക്കത്ത് എന്ന് പറയുന്നത് ഫത്ഹായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ആക്ടിവിറ്റീസുകൾ കാണുക. കൃത്യമായിട്ട് നമുക്കൊന്നും കൂടി അവിടെ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.